ഹായ് ഫ്രണ്ട്സ്, വിവിധ മേഖലകളിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറം വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന വികസിത രാജ്യമാണ് ജർമ്മനി. ഈ വികസനത്തിൻ്റെ കുതിപ്പിനോടൊപ്പം റോഡുകളിലൂടെയും സൈക്കിൾ പാതകളിലൂടെയും ട്രാമുകളിലൂടെയും റെയിൽവേകളിലൂടെയും നീളുന്ന ഈ ദേശം ഗതാഗതത്തിൻ്റെ അതിശയകരമായ മാതൃകയാണ്. ഇന്നത്തെ വീഡിയോ ജർമ്മനിയിലെ ഗതാഗത മാർഗങ്ങളെ പറ്റിയാണ്. അപ്പോൾ വെൽക്കം ടു ദ വേൾഡ് ഓഫ് ജർമ്മനി ത്രൂ മലയാളി ഫ്രം ഡോയ്ച്ച്ലാൻഡ്. ICE അല്ലെങ്കിൽ ഇന്റർസിറ്റി എക്സ്പ്രസ് ജർമ്മനിയിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിനുകളാണിവ. ദീർഘദൂര യാത്രകൾക്ക് പ്രധാനമായും ഇവയെയാണ് ആശ്രയിക്കുന്നത്. സുഗമവും ആധുനികവുമായ യാത്രാ അനുഭവമാണ് ICEയിൽ യാത്ര ചെയ്യുമ്പോൾ ലഭിക്കുന്നത്. റീജിയണൽ ബാൻ അല്ലെങ്കിൽ റീജിയണൽ എക്സ്പ്രസ് ചിലവ് കുറഞ്ഞതും ആകാശത്തോളം വിശ്വസനീയമായ പ്രാദേശിക സേവനങ്ങൾ. തിരക്കേറിയ സമയങ്ങളിൽ പോലും സമയക്രമത്തിൽ സർവീസുകൾ നടത്തുന്നു. യുബാൻ നഗരത്തിനുള്ളിലെ വേഗതയേറിയ യാത്രയ്ക്ക് അനുയോജ്യമാണ്. യാത്രക്കാർക്ക് വളരെ വേഗത്തിൽ ട്രാഫിക് തടസ്സങ്ങളില്ലാതെ സമയബന്ധിതമായി യാത്ര ചെയ്യാം. റെയിൽ പാതയുടെ വലിയ ഭാഗവും തുരങ്കങ്ങളിലൂടെ ആയിരിക്കും. പ്രധാനമായും ബെർലിൻ, മ്യൂണിക്, ഹാംബർഗ്, ഫ്രാങ്ക്ഫുർട്ട് തുടങ്ങിയ വലിയ നഗരങ്ങളിലാണ് യുബാൻ പ്രവർത്തിക്കുന്നത്. S-ബാൻ അല്ലെങ്കിൽ സിറ്റീസ് റെയിൽ ഇവ പ്രധാനമായും നഗരമേഖലകളിലും അതിൻ്റെ ചുറ്റുമുള്ള ഉപനഗരങ്ങളും തമ്മിലുള്ള ദൈർഘ്യമേറിയ ദൂരം കുറഞ്ഞ സമയം കൊണ്ട് കയറി ഇറങ്ങാൻ സഹായിക്കുന്നു. S-ബാൻ്റെ പ്ലാറ്റ്ഫോമുകളും സ്റ്റേഷനുകളും വലുതായിരിക്കും. നീണ്ട യാത്രകൾക്കായി ബാഗേജുകളും സൈക്കിളുകളും വെക്കുന്നതിനുള്ള പ്രത്യേക സൗകര്യം വരെ ഇതിലുണ്ട്. ട്രാം ജർമ്മനിയിലെ നഗരങ്ങൾക്കുള്ളിലെ ചെറിയ ദൂരയാത്രയ്ക്കുള്ള ഒരു പരിസ്ഥിതി സൗഹൃദ ഗതാഗത മാർഗമാണിത്. റോഡരികിൽ പാതയിലൂടെ ഓടുന്ന ഇവ ചെറുതും ശബ്ദം കുറവുമായ ട്രെയിനുകൾ ജർമ്മനിയിലെ യാത്രാനുഭവത്തിനൊരു പുതിയ ചായം നൽകുന്നു. ബസ് സർവീസുകൾ ഫ്ലിക്സ് ബസ് പോലുള്ള ദീർഘദൂര ബസ്സുകൾ ജർമ്മനിയിലുടനീളം സഞ്ചാരത്തിനുള്ള ചെലവ് കുറഞ്ഞ മാർഗമാണ്. നഗരത്തിനകത്തെ പബ്ലിക് ബസ്സുകൾ ദിവസം മുഴുവൻ സർവീസുകൾ ഉണ്ടായിരിക്കും. വിദ്യാർത്ഥികൾക്കും ജോലിക്കാർക്കും ഒരുപോലെ സൗകര്യപ്രദമാണിത്. പ്രാദേശിക പ്രദേശങ്ങളെ റെയിൽവേയുമായി ബന്ധിപ്പിക്കുന്നത് പബ്ലിക് ബസ്സുകളാണ്. ഇവയ്ക്കെല്ലാം സാധാരണയായി ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റ് ഉപയോഗിക്കാം. ഒരു മാസം 59 യൂറോ ഉപയോഗിച്ച് ജർമ്മനി മുഴുവൻ പ്രാദേശിക ബസ്സുകളിലും ട്രെയിനുകളിലും ട്രാമുകളിലും എത്ര വേണമെങ്കിലും യാത്ര നടത്താം. സൈക്ലിംഗ് സൈക്കിൾ ലൈൻ നഗരങ്ങളിൽ വ്യാപകമായി ലഭ്യമാണ്. ജർമ്മനിയിൽ എല്ലാവരും സൈക്ലിംഗ് ഇഷ്ടപ്പെടുന്നു. ഇത് ആരോഗ്യത്തിന് നല്ലതും പരിസ്ഥിതിക്ക് സൗഹൃദപരവുമാണ്. ഓട്ടോബാൻ ജർമ്മൻ ഹൈവേ സിസ്റ്റമാണിത്. ജർമ്മനിയിലെ ചില ഭാഗങ്ങളിൽ സ്പീഡ് ലിമിറ്റ് ഇല്ല. ഓട്ടോബാനെ പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. കാറുകൾ കുറഞ്ഞ വിലയ്ക്ക് വാടകയ്ക്ക് ലഭ്യമാണ്. സിക്സ്റ്റ്, യൂറോപ്പ് കാർ, എവിസ് തുടങ്ങിയവയാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രധാന കമ്പനികൾ. നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും കാർ സൗകര്യം ഉപയോഗപ്പെടുത്താം. ആവശ്യം കഴിയുമ്പോൾ നമ്മുടെ സൗകര്യപ്രദമായ സ്ഥലത്ത് തന്നെ നിർത്തിയിടാനും കഴിയുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. വിമാനയാത്ര ജർമ്മനിയിലെ ഒട്ടുമിക്ക മെയിൻ സിറ്റികളിലും എയർപോർട്ട് ഉണ്ട്. ഫ്രാങ്ക്ഫുർട്ട്, മ്യൂണിക്, ബെർലിൻ തുടങ്ങിയ രാജ്യാന്തര വിമാനത്താവളങ്ങൾ ലോകവുമായി ജർമ്മനിയെ ബന്ധിപ്പിക്കുന്നു. ജലഗതാഗതം ജർമ്മനിയിൽ റൈൻ നദി, എൽബെ, സ്പ്രീ, ഹാഫൻ ഹാബർഗ് എന്നിവയാണ് പ്രധാനമായും ജലഗതാഗത മാർഗമായി ഉപയോഗിക്കുന്നത്. ചരക്ക് ഗതാഗതത്തിനും വിനോദയാത്രകൾക്കും കൂടാതെ വാട്ടർ ടാക്സികളും സിറ്റി ബോട്ട് ടൂറുകളും ലഭ്യമാണ്. ഇതുപോലെ ജർമ്മനിയെ പറ്റി അറിയാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ? ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ച്യൂസ്.